വയനാട് ദുരന്തം സംഭവിച്ച ആദ്യ ദിവസം മുതൽ സജീവമായി ദുരന്ത നിവാരണ മേഖലയിലും സന്നദ്ധ പ്രവർത്തകരുമായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണ് AKCC. സജീവമായിട്ട് ഈ ഒരു ദുരന്തമുഖത്തുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ മേപ്പാടി LP സ്കൂളിലാണ്. ഇവിടെ ക്യാമ്പിൽ വയനാട് AKCCയുടെ ഗ്ലോബൽ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുവരുക സാർ. AKCCയുടെ എല്ലാ പ്രവർത്തകരും ആദ്യ നിമിഷം മുതൽ തന്നെ ദുരന്തമുഖത്തുണ്ട്. സന്നദ്ധ പ്രവർത്തകരായിട്ടും രക്ഷാപ്രവർത്തകരായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വയനാട് മേഖലയിൽ ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാം? നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിക്കും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് ശ്രദ്ധിച്ചു. ഇവിടെ വന്നപ്പോഴാണെങ്കിലും കാണുന്നത് കരളരിപ്പിക്കുന്ന കാഴ്ചകളാണ്. വിഷമിച്ച് കരയുന്ന ആളുകൾ, ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ, അവരുടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്തേക്കുള്ള വിഷമമാണ്. പല ആളുകളും തങ്ങളുടെ ഉറ്റവരുടെ ശവശരീരങ്ങളെന്നും പറഞ്ഞുകൊണ്ട് പോയി നോക്കുന്നതൊക്കെ വളരെ നമുക്കറിയാം. ഇത്ര ദിവസങ്ങളായി കണ്ടിട്ട് അവരുടെ മനസ്സങ്ങ് വല്ലാതെ വേദനിച്ച് അവരുടെ വ്രണപ്പെട്ട മുഖങ്ങൾ കണ്ട് നമുക്കിടെ വലിയ വിഷമമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം 300-350 ആളുകളുടെ ബോഡി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഒരുപാട് ആളുകളെ കിട്ടാനായിട്ടും തിരിച്ചറിയാനായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും ഇതിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചാണ് നിൽക്കുന്നത്. നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, എല്ലാത്തിനും അതീതമായിട്ട് ആളുകളെല്ലാം സംഘടിതമായിട്ട് എന്തിനും തയ്യാറായിട്ട് നമ്മളുടെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഉണ്ടെന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കത്തോലിക്ക കോൺഗ്രസും ഈ ദിവസങ്ങളിലെല്ലാം സജീവമായിട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലുള്ള ഈ ക്യാമ്പിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കാണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ മാനന്തവാടി രൂപതാ സമിതി വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ ഇന്നലെയും ഇന്നും ഈ ദിവസങ്ങളിലെല്ലാം കിച്ചണിന്റെ ചാർജും അതുപോലെ തന്നെ ആളുകൾക്കുള്ള ബൈസ്റ്റാൻഡർമാരൊക്കെ ആയിട്ട് നമ്മളുടെ ആളുകൾ സജീവമായിട്ട് സേവനം ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയ സമാധാനപരമായിട്ടുള്ള കാര്യമാണ്. അവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒന്നും നോക്കാതെയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ദുരന്ത സ്ഥലത്ത് ഇന്നലെ നമ്മളുടെ പ്രതിനിധി സംഘം പോയിരുന്നു. അവിടെ പല നിയന്ത്രണങ്ങളുണ്ട് എങ്കിൽ തന്നെയും പോവുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. ലോകത്തുള്ള എല്ലാ ആളുകളോടും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അവർ പറയുന്നുമുണ്ട്. ഇതൊക്കെ വലിയ ഒരു ആശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും സഭയുടെ ഒരു പ്രാതിനിധ്യം, ഒരു നേതൃത്വം ഈ കാര്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KCYM-ന്റെ പ്രവർത്തകരുണ്ട്, ജീസസ് യൂത്തിന്റെ പ്രവർത്തകരുണ്ട്. അവരെല്ലാം തോളോട് തോൾ ചേർന്ന് എല്ലാ കാര്യങ്ങളിലും, അത് ഇവിടുത്തെ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സിസ്റ്റം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും പങ്കാളിയായിട്ടുണ്ട്. അതെല്ലാം വരുന്ന ആളുകളിൽ സജീവമായിട്ട് കൊണ്ടുപോകും. നമുക്കിപ്പം അതിനേക്കാളൊക്കെ വലുത് ഇപ്പം വലിയ ഈ ദുഃഖത്തിൽ പങ്കുചേരുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇവരുടെ ഒപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഗ്ലോബൽ സമിതിയുടെ ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറി ഉണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, രൂപതാ ഭാരവാഹികളുണ്ട്. ഇവരെല്ലാം ഇവിടെ ചേർന്ന് വന്നു ചേരുകയും എന്താണ് നമുക്ക് വേണ്ട ആവശ്യങ്ങളെന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്യുവാൻ വീണ്ടും ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. നമ്മളെല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. ഇനിയും അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവരും ശക്തമായിട്ട് പിന്തുണയ്ക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിനെ അഭ്യർത്ഥിക്കുവാൻ. പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്ലാൻ എന്താ? പുനരധിവാസ പ്രവർത്തനങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇപ്പം എന്താണ് ഇപ്പോഴത്തെ സമയത്ത് പെട്ടെന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുകയും, വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, സ്ഥലം നഷ്ടപ്പെട്ട ആളുകളുണ്ട്, കൃഷി നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള സഹായമാണ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാക്കേജ് ഞങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് നിർമ്മാണം ഉൾപ്പെടെ, അല്ലെങ്കിൽ അത് എല്ലാം രൂപതയോട് ചേർന്ന് സഭയോട് ചേർന്നാണ്. എന്നാൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു മുഖ്യ നേതൃത്വം വഹിച്ചുകൊണ്ട് ഞങ്ങളുടേതായ ആളുകൾ പ്രത്യേകിച്ച് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവരൊക്കെ വലിയ സംഭാവനകൾ നൽകുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാം ചേർന്ന് നമ്മൾ ഇവിടെ പരമാവധി ആളുകൾക്ക് ഏതൊക്കെ തരത്തിൽ സഹായം എത്തിക്കാൻ സാധിക്കുമോ അതിനെല്ലാം പങ്കാളിയാകുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അത് ചെയ്യുകയും ചെയ്യും.